ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിൻ്റെയും നന്ദയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ. അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. അങ്ങനെ നമ്മുടെ ഗൗരിമോള് വളരെയധികം സന്തോഷത്തോടു കൂടി ഇന്ദിവരം തറവാട്ടിൽ തന്നെയാണ് ഉള്ളത്. ബാക്കി എല്ലാവർക്കും ഗൗരിമോളെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മഹേശ്വരൻ ലക്ഷ്മിക്കൊക്കെ തൻ്റെ മകൻ്റെ കുഞ്ഞാണല്ലോ, അപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ല. ഒരു സ്നേഹം അവർക്കുണ്ട്. പക്ഷെ നമ്മുടെ പിങ്കി ഓരോ ദിവസം ചെല്ലും തോറും ഗൗരിമോളെ ശത്രുവിൻ്റെ സ്ഥാനത്ത് തന്നെയാണ് കാണുന്നത്. അതിനോടൊപ്പം നമ്മുടെ നന്ദുമോനും. അപ്പം നന്ദുമോന് നിഷ്കളങ്കമായൊരു മനസ്സാണ്. നന്ദുമോന് ഭയങ്കര ഇഷ്ടമാണ് ഗൗരിമോളെ. ഗൗരിമോള് തൻ്റെ പപ്പയുടെ കൂടെ ഇരിക്കുന്നതും ഗൗരിമോള് തൻ്റെ വീട്ടിൽ എന്നും ഉണ്ടാകുന്നതൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ നമ്മുടെ നന്ദുമോന് മനസ്സിലാകുകയാണ് തന്നോടും കൂടിയുള്ള സ്നേഹം ഗൗരിമോൾക്ക് പങ്കിട്ട് പോകുന്നുണ്ട്. ആ ഒരു മനസ്സിലാക്കലിൽ ലാസ്റ്റ് ചെന്ന് നിൽക്കുന്നത് ഗൗരിമോളോട് നമ്മുടെ നന്ദുമോനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറുപ്പ് തോന്നി തുടങ്ങുകയാണ്. ആ കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സിൽ വെറുപ്പ് കുത്തിവെക്കുക തന്നെയാണ്. ഞാൻ രാവിലെ നിങ്ങളോട് പറഞ്ഞായിരുന്നു, നന്ദയും പിങ്കിയും മോഹിനിയും ഒക്കെ ചേർന്ന് വെറുപ്പ് കുത്തിവെക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള കുറച്ച് സാഹചര്യങ്ങളും അതിനോടൊപ്പം നമ്മുടെ നന്ദയ്ക്ക് ഗൗരിമോളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇന്നത്തെ ലാസ്റ്റ് സീൻ നിങ്ങൾ കണ്ടു കാണുമല്ലോ, നന്ദയുടെ ആ ഒരു വിഷമവും സങ്കടവും ഒക്കെ. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ നമുക്കിങ്ങനെ സ്വപ്നത്തിലൊക്കെ വരും. എനിക്കൊരു അനുഭവം ഉണ്ട് കേട്ടോ അത്. കാരണം നമ്മളിങ്ങനെ അലട്ടുന്നൊരു പ്രശ്നം നമ്മൾ ഓർത്തിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വപ്നത്തിൽ അത് നമ്മളെ വന്ന് പേടിപ്പിക്കും. അതങ്ങനെ ഉള്ളതാണ്. അതുപോലെ നമ്മുടെ നന്ദയ്ക്കും അങ്ങനെ അലട്ടുന്ന ഒരു പ്രശ്നം വന്ന് പേടിപ്പിക്കുകയാണ്. തൻ്റെ കുഞ്ഞ് കൈവിട്ട് പോകുമോ, ഇനി കുഞ്ഞിനെ തിരിച്ച് കിട്ടുമോ, തൻ്റെ കുഞ്ഞ് തന്നെ വെറുത്തു തുടങ്ങുമോ, അവിടെ എന്തായിരിക്കും അവളുടെ അവസ്ഥ, ഞാൻ കാണാതെ ഇരിക്കാൻ ചെല്ലുമ്പോൾ അവൾ ഏതായാലും പ്രശ്നം ഉണ്ടാക്കുമല്ലോ, എൻ്റെ അമ്മ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമല്ലോ, ഞാൻ അവളെ ഉപേക്ഷിച്ച് പോയതാണോ എന്ന് അവൾ ഓർക്കുമോ എൻ്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞിങ്ങനെ വല്ലാത്തൊരു ടെൻഷനിലാണ്. അപ്പോൾ വേറൊരു വനിതാ പോലീസ് അവിടെ വന്നു. വനിതാ പോലീസ് വന്നപ്പോഴത്തേക്കും നമ്മുടെ നന്ദ യാചിക്കുകയാണ്, പ്ലീസ് ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം, നിങ്ങൾ എൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് നോക്ക്, നിങ്ങളുടെ മകളെ ഇങ്ങനെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയാൽ നിങ്ങൾ സഹിക്കുമോ, നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, എൻ്റെ കുഞ്ഞിനെ എനിക്കൊന്ന് കാണണം, പ്ലീസ് നിങ്ങളൊന്ന് സഹായിക്കൂ. എൻ്റെ കുഞ്ഞവിടെ ഞാൻ ചെല്ലുന്നതും കാത്തിരിക്കുകയായിരിക്കും. അവൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അവൾ ഇത്രയും നാൾ എൻ്റെ കൂടെ വളർന്നതാണ്. ഞാൻ അവളെ ഒരു വേദനയും ബുദ്ധിമുട്ടുകളൊന്നും ഇതുവരെ ഞാൻ അറിയിക്കാതെ എൻ്റെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വന്നതാണ്. നിങ്ങൾക്ക് കണ്ണിച്ചോരയില്ലാത്തവരാണോ എന്ന് ചോദിക്കുന്നു. ഈ സമയത്ത് ആ പോലീസ് ഉദ്യോഗസ്ഥ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ മേഡം, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല. കാരണം കമ്മീഷണർ സാർ പിടിച്ചോണ്ട് വന്നു എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ തന്നെയാണ് ലോക്കപ്പിൽ നിങ്ങളെ കൊണ്ടുവന്നിട്ടത്. പക്ഷെ കമ്മീഷണർ സാറിന്റെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങളെ വിടാൻ സാധിക്കില്ല. ഇതിന്റെ പിന്നിൽ ഇനിയിപ്പം വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. നിങ്ങളുടെ ഫാമിലി പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം, പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. മുകളിൽ നിന്നുള്ള ഓർഡറുകളാണ്, അറിയാലോ എന്ന് പറഞ്ഞപ്പം എല്ലാവരും അവനവന്റെ കാര്യം നോക്കുക. എൻ്റെ കുഞ്ഞിനെയും എന്നെയും എല്ലാവരും മറന്നു പോവുക. എനിക്കറിയാം, നീതി ന്യായം ഒന്നും ഈ സമൂഹത്തിൽ ഇപ്പം വിലപ്പോവില്ല. ഒന്നിനും ഒരിതുമില്ല. ഞാനൊരു ഡോക്ടറായിട്ട് പോലും അതിൻ്റെ പോലും ഒരിത് തരാതെയല്ലേ ഞാൻ നന്ദുമോനെ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് നടത്തിയത്. ആ ഒരു ചിന്ത പോലും ഇല്ലാതെയല്ലേ എൻ്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയത്. എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണണം, കണ്ടേ പറ്റൂ, ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഈ ജയിലിൽ കിടന്ന് ആത്മഹത്യ ചെയ്യും. എങ്ങനെയാണെങ്കിലും ഞാൻ ആത്മഹത്യ ചെയ്യും. നോക്കിക്കോ, ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റിലിരിക്കുന്ന ഓരോരുത്തർക്കും ആയിരിക്കും അതിൻ്റെ ഉത്തരവാദിത്വം എന്നൊക്കെ ഇങ്ങനെ പറയാം. ഏതായാലും ഈ സമയത്ത് ആയിക്കോട്ടെ, ഇന്ദിവരം തറവാട്ടില് നമ്മുടെ ഗൗരിമോളെ കൊഞ്ചിക്കാണ് കേട്ടോ. പാവം പല പല ടെഡി ബെയറുകളൊക്കെ മേടിച്ചു കൊടുക്കാണ്. ടെഡി ബെയർ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും ഇതുവരെ നമ്മുടെ നന്ദുമോന് പോലും മേടിച്ചു കൊടുക്കാത്ത ഐറ്റംസുകളൊക്കെ ഇങ്ങനെ ഇറക്കുമതി ചെയ്യാണ് ഗൗതം. പല പല ഐറ്റംസ്, കളിപ്പാട്ടങ്ങൾ. ഏതായാലും ഇതൊന്നും നമ്മുടെ നന്ദുമോന് കൊടുക്കുന്നില്ല, ഒന്നുപോലും നന്ദുമോന് കൊടുക്കുന്നില്ല. ഈ പുതിയത് മേടിച്ചതെല്ലാം ഗൗരിമോൾക്കാണ്. ഗൗരിമോളില് ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഗൗരിമോളുടെ പപ്പയുടെ കൂടെ ഗൗതമിന്റെ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ നന്ദുമോൻ സത്യമായിട്ട് ഇത് നോക്കി കാണുക ഇവര് കളിക്കുന്നത്. അതുവരെ ആ കൊച്ചുകുട്ടിയുടെ മനസ്സിലൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അങ്ങനെ ആ ഒരു കളിക്കുന്നതൊക്കെ കണ്ടിട്ട് തൻ്റെ പപ്പ തൻ്റെ കൂടെ ഇത്രയും നാൾ ഇതുപോലെ കളിച്ചിട്ടില്ല. തൻ്റെ പപ്പ ഇത്രയും ഹാപ്പി ആയിട്ട് എൻ്റെ കൂടെ ഇരുന്ന് കളിച്ചിട്ട് പോലും ഇല്ല. എന്നിട്ട് ഗൗരിമോളുടെ കൂടെ ഇരുന്ന് കളിക്കുന്ന കാണുമ്പോൾ ആ കൊച്ചിൻ്റെ മാനസികാവസ്ഥ നമുക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ആ കുട്ടീനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മക്കളാണ്, അവർക്ക് അങ്ങനത്തെ ഒരു ചിന്ത കയറി വരുമല്ലോ. അപ്പം അങ്ങനെ ആ കുട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ പിങ്കി വന്നിട്ട് മോനെ എന്താ മോനെ എന്ന് ചോദിക്കുമ്പം ഏയ് ഒന്നുമില്ല അമ്മ എന്നിങ്ങനെ പറയാം. ഒന്നുമില്ലമ്മ എന്ന് പറഞ്ഞപ്പം എന്താ മോനെ, എന്താ പറ്റിയത്? ഏയ് ഒന്നുമില്ല, ഞാനേ പപ്പയുടെ സന്തോഷം കണ്ട് നോക്കിയതാ. ഗൗരി മോളെ കിട്ടിയപ്പോൾ നമ്മുടെ പപ്പയ്ക്ക് എന്ത് സന്തോഷമാ. ഇതുവരെ
എൻ്റെ പപ്പനെ ഞാൻ ഇതുപോലെ സന്തോഷിച്ച് കണ്ടിട്ടില്ലല്ലോ, ദേ ഗൗരിമോളുമായിട്ട് കളിക്കുന്ന കണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും മോനെ ഇങ്ങോട്ട് വാ, അവരവിടെ നിന്ന് കളിക്കട്ടെ എന്ന് പറഞ്ഞ് ആ കുട്ടീനെ മാറ്റിക്കൊണ്ട് പോകും. അപ്പം എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? അതെ അമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അമ്മയ്ക്ക് എന്നെയാണോ ഗൗരിമോളെയാണോ ഏറ്റവും ഇഷ്ടം? അത് പിന്നെ എൻ്റെ മോനെയല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പം പപ്പയ്ക്ക് ഗൗരിമോളെയാണോ എന്നെയാണോ ഏറ്റവും ഇഷ്ടം? എനിക്കറിയാം, പപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടം ഗൗരിമോളെ തന്നെയാ, എനിക്ക് ഉറപ്പുണ്ട്. അതല്ലേ ഗൗരിമോളുടെ കൂടെ എപ്പോഴും ഇങ്ങനെ കളിക്കുന്നത്. അതൊന്നും അല്ല, പപ്പയ്ക്ക് ഇപ്പം ഗൗരിമോളെ ഇഷ്ടപ്പെടാൻ കാരണമുണ്ടല്ലോ. കാരണം അവളുടെ അമ്മ അവളുടെ കൂടെ ഇല്ല, അതുപോലെ തന്നെ അവൾക്ക് വയ്യല്ലോ, അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ കളിപ്പിക്കുന്നത്. എൻ്റെ മോൻ സങ്കടപ്പെടുവൊന്നും വേണ്ട, ഈ അമ്മയില്ലേ മോൻ്റെ കൂടെ കളിക്കാനൊക്കെ, മോന് സങ്കടപ്പെടണ്ടെന്നൊക്കെ പറയാം. ദേഷ്യം വന്ന് നമ്മുടെ പിങ്കി നേരെ ലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്നിട്ട്, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? അതെ, ഞാനൊരു കാര്യം പറയാം, എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാ. രക്തത്തിലൊരു കുഞ്ഞു വന്നെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണിൽ ചോരയില്ലാത്ത ഓരോ പരിപാടി കാണിച്ചാലേ ഞാനത് സമ്മതിച്ചു തരില്ല. അപ്പോഴത്തേക്കും ലക്ഷ്മി, എന്താ പിങ്കി പറ്റിയത് നിനക്ക്? നീ എന്താ ഈ വിളിച്ചൊക്കെ പറയുന്നത്? അത് പിന്നെ വേറൊന്നുമല്ല ഞാൻ വിളിച്ചു പോകുന്നത്, ഒരു കുട്ടീനെ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ ആരെങ്കിലും ഇവിടെ മാറ്റി നിർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലേ ഞാനത് സഹിക്കില്ല. ശേ, എന്താ പിങ്കി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? മഹേശ്വരൻ ചോദിച്ചപ്പം, വെറുതെ എന്നെ ശേന്നൊന്നും വെക്കാൻ നോക്കണ്ട, ഞാനുള്ള കാര്യം തന്നെയാ പറയുന്നത്. എൻ്റെ കുട്ടി ഇവിടെ ഉള്ളത് കൊണ്ടാ ഇവിടെ ഓരോരുത്തരും ഇത്രയും ദിവസം ജീവിച്ചു പോകുന്നത്. അറിയാലോ, എല്ലാം തകർന്നൊരു ഇന്ത്യവരം കുടുംബത്തില് ചിറകു മുളപ്പിച്ചത് എൻ്റെ മോൻ വന്നിട്ടാ. എന്നിട്ടിപ്പം ആ മോനെ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരിക്കലും ഞാനത് സഹിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ പിങ്കി കിടന്ന് തുള്ളുകയാണ്. കാരണം പിങ്കിക്ക് അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഗൗരിമോൾക്ക് അമ്മ എന്തി എന്നുള്ള ചോദ്യം ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗൗതമിനോട് ചോദിച്ചു, അമ്മ എന്തിയെ എന്നിങ്ങനെ ചോദിക്കും. അപ്പൊ ഇവര് ഒരു ഫംഗ്ഷനൊക്കെ ഇങ്ങനെ പോകാൻ വേണ്ടി തയ്യാറെടുക്കായിരുന്നു. അപ്പോഴാണ് അമ്മ എന്തിയെന്ന് ചോദിക്കുന്നത്. അപ്പം നമ്മുടെ ഗൗതം പറഞ്ഞു, അമ്മ ഇപ്പൊ ഇവിടെ ഇല്ല, നമുക്ക് ഫംഗ്ഷന് പോകാം. ഫംഗ്ഷനൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും അമ്മ ഇവിടെ കാണുമെന്ന് പറയുമ്പോൾ, ഇല്ല, ഒരു ഫംഗ്ഷനും ഞാൻ വരില്ല, എനിക്ക് ഒരു ഫംഗ്ഷനും പങ്കെടുക്കണ്ട, എനിക്ക് എൻ്റെ അമ്മേനെ കാണണം, എൻ്റെ അമ്മ എന്തിയെ, എനിക്ക് എൻ്റെ അമ്മേനെ വേണം, എനിക്ക് എൻ്റെ അമ്മേനെ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി ഭയങ്കര കാർച്ച കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നന്ദ ഇത്രയും നാൾ ആ കൊച്ചിനെ വളർത്തി നോക്കി, ആ കൊച്ചിനും നന്ദ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. സ്വന്തം അമ്മയിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും ഗൗതം ഒരുപക്ഷെ പ്രതീക്ഷിച്ച് കാണില്ല, പപ്പയുടെ സ്നേഹം മാത്രം ആ കുട്ടിക്ക് കിട്ടിയാൽ മതി എന്നായിരിക്കും ഗൗതം ഓർത്തത്. അതെ, പപ്പയുടെ സ്നേഹം കിട്ടാൻ ദാഹിച്ച് നടക്കുമായിരുന്നു, എങ്കിലും ആ കുട്ടിക്ക് അമ്മയുടെ സ്നേഹവും വേണം. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. അപ്പൊ മിസ് ചെയ്ത് കളയരുത്. ഫുൾ വിശേഷവുമായിട്ട് അപ്പൊ അതുപോലെ നമ്മൾ ഇന്നും രാവിലെ ഒരു 9:45 കൂടിയാണ് നമ്മൾ ഫുൾ വിശേഷം ഇടുന്നത്. ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും. ഇത് നാളത്തെ പ്രമോ വിശേഷമാണ്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ബാലന്റെയും ഗോമതിയുടെയും കഥ നമ്മൾ റിയൽ സ്റ്റോറിക്കകത്ത് ഇടുന്നുണ്ട്. റിയൽ സ്റ്റോറി എന്ന് പറയുന്ന ഒരു ചാനലിനകത്ത് ഇടുന്നുണ്ട്. ഇത് റിയൽ സ്റ്റോറി ന്യൂ ആണ് കേട്ടോ. ഈ ചാനൽ റിയൽ സ്റ്റോറി എന്ന് പറയുന്നൊരു ചാനലിനകത്താണ് ബാലന്റെയും ഗോമതിയുടെയും കഥ ഇടുന്നത്. അതുപോലെ തന്നെ നമ്മൾ നയനുടെയും ആദർശിൻ്റെയും അപ്കമിങ് വിശേഷവും ആ ചാനലിലാണ് ഇടുന്നത്. പിന്നെ നയനുടെയും ആദർശിൻ്റെയും റിയൽ വിശേഷവും രേവതിയുടെയും സച്ചിയുടെയും റിയൽ വിശേഷവും പ്രമോ വിശേഷവും എല്ലാം നമ്മുടെ മെയിൻ ചാനൽ നിങ്ങൾക്ക് അറിയായിരിക്കാം, ജിൽ ചിന്നുവിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഇടുന്നത്. അപ്പം ഇതുവരെ ആരെങ്കിലും അത് കയറി കണ്ടിട്ടില്ല എങ്കിൽ ഈ പറയുന്ന ചാനലൊക്കെ നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കൂ. അതിനോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ. അപ്പം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ കൊണ്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. 10K ഏകദേശം ആകാറായി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. ഇപ്പം ഒരു 2 മാസം ആയതുള്ളൂ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട്. അപ്പം തന്നെ നമുക്ക് 10K കിട്ടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. അപ്പം അതൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പം വീണ്ടും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഇതേപോലെ തന്നെ നമുക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പം എന്തെങ്കിലും നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. വേറെ എന്തെങ്കിലും കഥ കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കല്ലേ.